ഓണം ആഘോഷിച്ച് തിരിച്ചെത്തിയ എൻ്റെ കാമയ്ക്ക് കൊച്ചിയിലേക്ക് സ്വാഗതം. അത് കണ്ട എന്തോ തപ്പുന്നേ? അല്ല, ഭാവി അമ്മായിമ്മ എനിക്ക് വല്ല ചിപ്സോ മുറുക്കോ വല്ല നന്നിട്ടും നോക്കാൻ വേണ്ടി. എടാ, അതിനൊന്നും സമയമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പറഞ്ഞാൽ ഓണം കണ്ടായിരുന്നു. ചോദിക്കാനുണ്ടോ? ഓട്ടത്തോടെ ഓട്ടമായിരുന്നു. ഞാൻ ചെന്ന പാടെ പപ്പി ചേച്ചിയും പിള്ളേരും കൂടെ എന്നെ വളർന്നു. പഴയ പോലെ അല്ലല്ലോ, ഞാനിപ്പോ ഒരു കൊച്ചു സെലിബ്രിറ്റി അല്ലേ. പിന്നെ അവരെ കൊണ്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ പോയി. ഡ്രസ്സൊക്കെ എടുത്ത് തിരിച്ചിറങ്ങിയപ്പോ തന്നെ രാത്രി. പിന്നെ അടുത്തുള്ള ഹോട്ടലിൽ കയറി ബിരിയാണി കഴിച്ച് ഞങ്ങൾ ഇങ്ങ് പോകുന്നു. അമ്മ എന്നെ കുറിച്ചെല്ലാം ചോദിച്ചോ? ഇതിനെ പറ്റി എന്ത് ചോദിക്കേ? ഞങ്ങൾ അവിടെ ചെന്ന പാടെ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരും കസിൻസ് ഒക്കെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് പച്ചക്കറി എല്ലാവരും ഇരുന്നു. ഓ, ആ വിന്റേജ് വൈബ്. കുറച്ച് കൊതിയെന്നോണൊക്കെ പറഞ്ഞിരിക്കാലോ. മറ്റു ചിഞ്ചുല്ലേ, അവൾക്ക് റിലേഷൻഷിപ്പ് ആയി. അവള് കൊച്ചല്ലേ? 16 വയസ്സേ ഉള്ളൂ. എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് പ്രോഗ്രസീവ് ആയതുകൊണ്ടായിരിക്കും. അവളാ തെറ്റിദ്ധാരണ പെട്ടെന്ന് മാറിക്കോളും. വൈകുന്നേരമായപ്പോ ഞങ്ങൾ എല്ലാവരും കാവറുത്തതും ചിപ്സും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി. ആ വറുത്ത സാധനങ്ങൾ എവിടെയാണ് ഞാൻ ചോദിക്കുന്നത്? അതൊക്കെ തരാം, ഞാൻ പറയുന്ന മൊത്തം കേക്ക്. പിന്നെ രാത്രി എല്ലാരും കൂടെ ലോക സിനിമയ്ക്ക് പോയി. വന്നു കഴിഞ്ഞിട്ട് ഹാളിലെല്ലാം കൂടെ നിരന്ന് പ്രേതക്കഥ തുടങ്ങി. പിന്നെ ഉറങ്ങാൻ പറ്റൊരു പാടെ എനിക്ക് അറിയാവുള്ളൂ. ഓ, രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി. ഓ, പഴയ ആൾക്കാരെ കണ്ടുണ്ടാവുമല്ലോ. സംബീത് ഇപ്പൊ പഴയ പോലെ ഒന്നല്ല, ചുള്ളൻ ചെക്കനായി. റിഗ്രറ്റ്. സിഗരറ്റ്? അയ്യോ, തിരിച്ചു വരണ്ടായിരുന്നു. ഉച്ചയ്ക്ക് അച്ഛൻ്റെ അമ്മയുടെ കൂടെ അടപ്രഥമം കൂട്ടി സദ്യ. ആഹാ, അത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു. നീ ലൈക്ക് അടിച്ചില്ലല്ലോടാ? പിന്നെ എനിക്ക് അതുള്ള പണി. ഞാൻ നാട്ടിൽ പോയില്ലെന്നേ ഉള്ളൂ. എനിക്ക് ഇവിടെ ഓണപ്പരിപാടി ഉണ്ടായിരുന്നു. അതെ, വെള്ളം അടിച്ച് ഓഫായി കിടക്കുന്ന നല്ല ഓണപരിപാടി. ഒരു പരിപാടിയല്ലേ? അല്ല. പിന്നെ സായാഹ്ന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വക ഓണപരിപാടികളും വടംവലി. കൈയൊക്കെ പോയി. പൊളിച്ചല്ലേ? കൈ കാണിച്ചേ. ചുമന്നിട്ടുണ്ട്. പാവം. ഇനി സത്യം പറ. ഞാൻ ഈ നശിച്ച ബ്ലോഗ് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ തന്നെ 9 മണിയായി. പിന്നെ കഴിച്ച് കുളിച്ച് ഞാൻ കിടന്നുറങ്ങി. ഞാൻ എത്താൻ വൈകിയുണ്ട് അവന്മാരൊക്കെ പടത്തിന് പോയി. പിന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ ആയപ്പോൾ പിന്നെ അമ്മ വിളിച്ച് കുളിച്ച് അമ്പലത്തിൽ പോയി. പഴയ പോലെ ഒന്നും അല്ല കേട്ടോ, ചെക്കന്മാരൊന്നും തീരെയില്ല. എല്ലാവരും UK-ലാന്ന് തോന്നുന്നു. പിന്നെ ചുറ്റമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കിടന്നുറങ്ങി. ഉച്ചയായപ്പോൾ അമ്മ വിളിച്ചിട്ട് കുടുംബശ്രീയുടെ വക സദ്യ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും കഴിച്ച് അച്ഛൻ്റെ അമ്മയെ കൊണ്ടിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോൾ ഉണ്ടല്ലോ മൊത്തം കിളിയെ. പിന്നെ ഞാനും ഇട്ട് 2 കിളിയെ. വൈകുന്നേരം പിന്നെ ട്രെയിൻ ടിക്കറ്റ് ഒന്നും കിട്ടായിരുന്നോണ്ടാ രാവിലത്തെ ബസ് പിടിച്ചു പോയി. ഇത്രയൊക്കെ ഉണ്ടായിരുന്നോളൂ എൻ്റെത്. അമ്മയുടെ ചിപ്സ്? അമ്മയുടെ അല്ല, റെയിൽവേ സ്റ്റേഷനിൽ വാങ്ങിച്ചതാണ്. ഞാനേ കഴിയും. കൊണ്ടുവന്നല്ലേ കഴിച്ചോളാം. അപ്പോ